ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വിഭവം എന്ന് പറയുന്നത് പെരി പെരി അൽഫാമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, ആവശ്യത്തിന് ഉപ്പ്, 3.5 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/4 കപ്പ് തൈര്, കുറച്ച് വാളംപുളി, 2 ചെറുനാരങ്ങ, ഇതിൽ നിന്ന് ചെറിയ കഷ്ണം ഇഞ്ചി, 10-12 പച്ചമുളക്, 1 പിടി വെളുത്തുള്ളി. പെരിപ്പരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 ഫുൾ അൽഫാം ചിക്കൻ പീസാണ്. അപ്പോൾ ഡ്രസ്സ് ചെയ്ത ചിക്കൻ പീസാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രസ്സ് ചെയ്യാത്ത ചിക്കൻ പീസ് മേടിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടം ഡ്രസ്സ് ചെയ്തിട്ടുള്ള ചിക്കൻ പീസ് തിന്നാനാണ്. ഇന്നത്തെ നമ്മുടെ പെരിപ്പരി അൽഫാമിലേക്ക് ഞാൻ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല, പകരം കാശ്മീരി ചില്ലിയാണ് കളറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ്, പച്ചമുളക്, അതുപോലെ കുരുമുളകൊക്കെയാണ് എരിവിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതിൻ്റെ ഏതെങ്കിലും ക്വാണ്ടിറ്റി കൂട്ടിക്കൊടുക്കാം. ഞങ്ങൾ പൊതുവേ എരിവ് കുറച്ചാണ് കഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഈ മസാലകളെല്ലാം ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, പൊടികളായിട്ടുള്ള കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, തൈര്, പച്ചമുളക്, വേണമെങ്കിൽ കുറച്ച് കാന്താരിയും ഇടാട്ടോ കുറച്ച് എരിവിന് വേണ്ടിയിട്ട്, പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് നമ്മൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. നാരങ്ങയുടെ കുരുവെല്ലാം കളഞ്ഞിട്ട് അതൊന്ന് നല്ലപോലെ പിഴിഞ്ഞൊഴിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഉപയോഗിക്കുന്നത്. അതായത് വാളൻപുളി വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയെല്ലാം ആ ചിക്കൻ പീസിലും തേച്ച് കൊടുക്കാം. ചിക്കനിലേക്ക് തേക്കുന്നതിന് മുന്നേ തന്നെ ചിക്കൻ പീസ് നല്ലപോലെ വരഞ്ഞെടുക്കണം. അങ്ങനെ വരഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ്റെ അകത്തേക്ക് ഈ മസാലയെല്ലാം കയറും. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോഴേക്കും ആ ഒരു മസാലയുടെ ഫ്ലേവറൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുമാത്രമല്ല, നമ്മൾ ചിക്കൻ ഒന്ന് ചതച്ചു കൊടുക്കണം. ചതച്ച് എല്ലാ ഭാഗങ്ങളും നീക്കിലാക്കുകയാണെങ്കിൽ അത് വേകുമ്പോഴേക്കും ഒരേ സമയത്ത് തന്നെ ഇത് വെന്ത് കിട്ടും. അതല്ലെങ്കിൽ ചില ഭാഗങ്ങൾ വേവാൻ ഇത്തിരി താമസം എടുക്കും. കാരണം ചില ഏരിയകൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്നതുകൊണ്ട് അത് കുക്കാവാൻ കുറച്ച് താമസം എടുക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും ഫ്ലാറ്റ് ആവുകയും ഒരേ സമയം കൊണ്ട് തന്നെ എല്ലാ ഭാഗവും വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറഞ്ഞു തരാനുള്ള ടിപ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ മസാല എല്ലായിടത്തും നല്ല ഇതേപോലെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ തേച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു 1 മണിക്കൂറോ അതല്ലെങ്കിൽ മാക്സിമം ഒരു 1 അവറെങ്കിലും നമ്മൾ വെക്കുക, അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാരിനേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് കുക്ക് ചെയ്യാം. ഇന്ന് നമ്മുടെ കുക്കിങ്ങൊക്കെ ഇൻഡോറിലല്ല കേട്ടോ, ഔട്ട്ഡോറിലാണ് നമ്മൾ കുക്കിംഗ് എല്ലാം ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഔട്ട്ഡോറിൽ കുക്കിങ്ങും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരോടും പ്ലാൻ ചെയ്ത് തന്നെയായിരുന്നു ഇതേപോലെ നമുക്കൊരു ഗ്രിൽഡ് അടിച്ചാലോ എന്നുള്ളത്. അപ്പോൾ എങ്ങനെ ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്ക് പാടത്ത് ചെയ്യാമെന്നുള്ളൊരു അഭിപ്രായം വന്നത്. അങ്ങനെ ഒന്നും ആലോചിച്ചില്ല, നേരെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തിട്ട് നേരെ പാടത്തേക്ക് ഇട്ടു. ഞങ്ങളപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചാർക്കോൾ ഗ്രില്ലാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ചാർക്കോൾ വെച്ചുകൊണ്ട് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്. ഇങ്ങനെ ഗ്രില്ല് ചെയ്യാറുള്ളത് ഓവനിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചാർക്കോൾ ഗ്രില്ലിൽ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഈ ചാർക്കോൾ കത്തിക്കണമെന്നൊന്നും ആർക്കും വലിയ പിടിയൊന്നുമില്ല. അവിടെ ഉണ്ടായിരുന്ന കുറേ ഓലയും പേപ്പർ കഷ്ണങ്ങളൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ മുകളിലിട്ട് കത്തിക്കാനൊക്കെ നോക്കി. ഈ പേപ്പറൊക്കെ കത്തുന്നുണ്ട് എന്നതല്ലാണ്ട് ചാർക്കോളിനൊരു അനക്കവും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഊതാൻ എക്സ്പേർട്ട് ആയതുകൊണ്ട് തന്നെ കുറേ ഊതി കൊടുത്തപ്പോഴേക്കും തീ അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഇൻട്രസ്റ്റ് ആയി. ഞാൻ അങ്ങനെ പിന്നെയും ഊതിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് തീ കത്തി, നല്ലപോലെ കത്തി. പക്ഷേ എന്താ സംഭവം, ചാർക്കോളിനൊരു അനക്കവുമില്ല. അവസാനം ചാർക്കോൾ കത്തി പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ പ്ലാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറകും തീർന്നു, ഓലയും തീർന്നു. അപ്പോൾ പിന്നെ പ്ലാൻ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പുറകെ കാണുന്ന ടെൻറ്റിലെ വിറകെല്ലാം എടുത്ത് കത്തിക്കുക. കാരണം ഇത് കത്തിത്തീരുന്നതല്ലാണ്ട് ചാർക്കോൾ കനലാവുകയോ അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷേ എന്ത് ചെയ്യാനായിട്ട്, അതിന് മുന്നേ തന്നെ ചാർക്കോൾ പയ്യെ കത്തി തുടങ്ങിയായിട്ട് നമുക്ക് ഫീലായി. അങ്ങനെ തീയെല്ലാം കെട്ട് ചാർക്കോളെല്ലാം നല്ല അടിപ്പനായിട്ട് കനലായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിലേക്ക് ഓരോ ചിക്കൻ പീസ് നിരത്തി കൊടുക്കാം. ഇങ്ങനെ ചിക്കൻ വെക്കുന്ന സമയത്തുണ്ടല്ലോ നല്ലപോലെ ശ്രദ്ധിക്കണം, കാരണം നല്ല ചൂടാണ് അതിൽ നിന്ന് വന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. സത്യം പറഞ്ഞാൽ ഓവനിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയ്ക്ക് വലിയ പാടുന്നില്ല. കാരണം ഈ മസാല വരട്ടിക്കഴിഞ്ഞാൽ പിന്നെ നേരെ ഓവനിലേക്ക് കയറ്റി വെച്ചാൽ മതി. ഇതെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഇതെല്ലാം ഒന്ന് തീ പിടിപ്പിച്ച് കനലാക്കി എടുക്കണം. അതിന് ശേഷം ഇതിൽ നമ്മൾ എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ ആക്കിയെടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ചിക്കൻ ഓൾമോസ്റ്റ് ഒരു സൈഡ് പകുതി വെന്തിട്ടുണ്ടാവണം.
അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് മസാല, നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് സൺഫ്ലവർ ഓയിലും പിന്നെ ബാക്കിയുള്ള പുളിവെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ചിക്കൻ്റെ പുറത്തേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂറായപ്പോഴേക്കും ഇതിലെ മസാലയെല്ലാം താഴത്തേക്ക് ഊർന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ടുള്ള ഒരു ഫ്ലേവറൊക്കെ ഊർന്ന് പോന്നപ്പോൾ തന്നെ ചിക്കൻ്റെ ആ പകുതി ടേസ്റ്റ് മാറിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മളിങ്ങനെ മസാല എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഗ്രില്ല് ചെയ്യണ സമയത്ത് നമുക്ക് അതിൻ്റെ പുറത്ത് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ആ ടേസ്റ്റ് ഉണ്ടാവും. പാടത്താണെങ്കിൽ നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് തന്നെ ഈ കനലെല്ലാം അതിങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കണമായിരുന്നു. പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ കാണിച്ചത് കിടത്തി, കാരണം പെട്ടെന്ന് തന്നെ ചിക്കൻ കുക്കാവും, വേറെ ഒന്നല്ല കരിഞ്ഞിട്ടുള്ള രീതിക്കാണ് കുക്കാവുന്നത്. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ തീയൊക്കെ കിടത്തി. ഇപ്പോൾ തന്നെ നോക്കി 10 മിനിറ്റ് ആയിട്ടുണ്ടല്ലോ, നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് നല്ല അടിപ്പനായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ഞാനും ചെയ്യാനില്ല, പകരം അരുണിനെ ഈ പണി ഏൽപ്പിച്ച്. കാരണം എനിക്ക് നല്ല ചൂടെടുത്തിട്ട് നിൽക്കാനും പറ്റണില്ല, പിന്നെ ഒടുക്കത്തെ പുകയുമായിരുന്നു. അപ്പോൾ കണ്ണാണെങ്കിൽ ഭയങ്കര നീറ്റപ്പം അവന് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ തന്നെ നീറ്റായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പുറത്ത് മാറി നിൽക്കണമായിരുന്നു. ഒരു സൈഡ് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല മണമുണ്ടായിരുന്നു. പിന്നെ ആ തീ വന്നതുകൊണ്ടാണ് ചില ഭാഗങ്ങളൊക്കെ കരിഞ്ഞ പോലെ തോന്നുന്നത്. അത് ആ ചിക്കൻ്റെ സ്കിന്നാണ് ആ കരിഞ്ഞിട്ടുള്ളത്, അല്ലാണ്ട് മാംസമല്ല കരിഞ്ഞേക്കണത്. അപ്പോൾ കൂടുതൽ കരിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ചിരണ്ടി കളയാനൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ. ഇനി നമുക്ക് ആ ബാക്കി മസാല അതിൻ്റെ പുറത്ത് തേച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ താഴെയുള്ള ഭാഗത്താണ് നമ്മൾ മസാല തേച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലുള്ള ഭാഗത്തും കൂടി ഈ ഒരു മസാല തേച്ച് കൊടുക്കാം. നിങ്ങളിങ്ങനെ തേച്ച് കൊടുക്കാറുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ കറക്റ്റ് ആ മസാലയുടെ ഫ്ലേവർ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് വെന്ത് കഴിയുമ്പോഴേക്കും മിക്കതും ഈ മസാലകൾ ഇതിലേക്ക് തന്നെ ഊർന്നു പോരും. അപ്പോൾ അതും മറിച്ചിട്ട് നമ്മൾ ആ ഗ്യാപ്പിൽ അപ്പുറത്ത് തന്നെയുള്ള തൂമ്പിപ്പോയി മീനൊന്ന് കോരാൻ നോക്കിയായിരുന്നു. എങ്ങാനും വല്ല തിരുതിയോ സ്രാവാണെങ്കിൽ നമുക്ക് ചൂടോടെ ഇപ്പം തന്നെ ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കോരി നോക്കിയത്. പക്ഷേ കിട്ടിയപ്പോൾ എല്ലാം പൊടിമീനായിരുന്നു. അതിനെ നമ്മൾ അപ്പം തന്നെ അതിലേക്ക് തന്നെ തിരിച്ചിട്ട്. അപ്പോൾ ഈ ഗ്യാപ്പിൽ നോക്കിയപ്പോഴേക്കും അവിടെ തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫുള്ള് കാട്ടുതീയായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് പറയണത്. അപ്പോൾ ഞങ്ങൾ കുറേ ഊതിക്കെടുത്താൽ നോക്കി, എന്നിട്ട് രക്ഷയില്ല, നല്ല അടിപ്പനായിട്ട് നിന്ന് കത്തണേണ്. നല്ല പൂർവാധിക ശക്തിയോട് പകരം വീട്ടണ പോലെയാണ് തീ കത്തിക്കൊണ്ടിരിക്കുന്നത്. ചിക്കൻ നല്ല അടിപൊളിയായിട്ട് കത്തണുണ്ട്. അപ്പോൾ അത്രയും കത്തൽ വേണ്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ഊതി കൊടുത്തിട്ട് ആ ഒരു ഏരിയ മാത്രമാണ് നല്ലപോലെ കത്തണത്. കുറേ ഊതും, പക്ഷേ അതിലും കൂടുതലായിട്ട് ആളി വരുന്നു. നമുക്കറിയാം ഇങ്ങനെ ഊതുമ്പോൾ തീ പിന്നെയും വന്നുകൊണ്ടിരിക്കും എന്നുള്ളത്. പക്ഷേ താൽക്കാലിക ആശ്വാസത്തിന് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇടാൻ വേണ്ടിയിട്ട് ഊതി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പീസാണെങ്കിൽ നല്ലപോലെ കരിയാൻ പോണ പോലെ നമുക്ക് തോന്നി. അപ്പോൾ നമുക്കതൊന്ന് മാറ്റി കൊടുക്കണം, അതിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റി കൊടുക്കണം. ആ കനലുള്ള ഭാഗത്തിരുന്ന് വെന്താൽ മതിയല്ലോ എന്ന് ചോദിച്ചാൽ ഞാനതെടുത്ത് മാറ്റാൻ നോക്കി. അങ്ങനെ തന്നെ സേഫായിട്ടൊരു സ്ഥലത്തേക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ തീ അവിടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഇങ്ങനെ ചാർക്കോൾ ഗ്രില്ലുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും. ഓവനിലൊക്കെ ആണെങ്കിൽ 1.5 മണിക്കൂർ എടുക്കും എല്ലാം കൂടെ ഒന്ന് വെന്ത് വരാനായിട്ട്. 1 മണിക്കൂർ വേവാനും 1/2 മണിക്കൂർ ചിക്കൻ്റെ ഔട്ടറൊക്കെ ഒന്ന് ക്രിസ്പായിട്ട് വരാനായിട്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു കത്ത് പിടിപ്പിക്കേണ്ട ആ ഒരു താമസം, കത്ത് പിടിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കിടത്തി കനലാക്കാനുള്ള ഒരു താമസം മാത്രമേ സത്യം പറഞ്ഞാൽ ഉള്ളൂ. അത് കഴിഞ്ഞ് ഈ പണിയൊക്കെ പെട്ടെന്ന് കഴിയും, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. പക്ഷേ ഞങ്ങളിപ്പോൾ തീയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. നേരത്തെ തീ കത്താത്തൊരു വിഷമമായിരുന്നു, ഇപ്പോൾ കത്തിക്കഴിഞ്ഞപ്പോൾ അത് കിടണമില്ല, മര്യാദക്ക് കനലാവുന്നില്ല. ചിക്കൻ എല്ലാ ഭാഗവും കുക്കായെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും നമ്മൾ ആ തീ കെടുത്താനായിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചപ്പോൾ അവിടെ തന്നെ തീയും കെട്ട്. പിന്നെ മിതമായിട്ടുള്ള ഒരു കനൽ അങ്ങനെ തന്നെ നിന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഗ്രില്ലൊക്കെ ചെയ്യുന്ന ഷോപ്പിൻ്റെ സൈഡിൽ കൂടി പോകുമ്പോൾ നമുക്കൊരു നല്ല മണം വരില്ലേ, അതിലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇതിലെന്തായാലും മായമൊന്നുമില്ല. എല്ലാം നമ്മൾ ഇപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ, നമ്മൾ വേറെ അഡീഷണൽ ആയിട്ടൊന്നും നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നില്ല. അഡീഷണൽ മസാലയൊന്നും നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടില്ല. മയണൈസൊക്കെ ഞങ്ങളൊരു 1/2 മണിക്കൂർ മുന്നേ, ഇത് കുക്ക് ചെയ്യണതിന് 1/2 മണിക്കൂർ മുന്നേ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പാടത്തേക്ക് ആയതുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ വീട്ടിൽ വെച്ച് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചിക്കൻ പീസും നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കണം. അപ്പോൾ എല്ലാവരും നല്ല കൊതിയോടെ നിൽക്കുന്നതൊന്ന് വായിലിട്ട് വെക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ പെരിപ്പരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ച് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു, കാരണം നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത് കഴിച്ച് നോക്കിയപ്പോഴേക്കും. ഇപ്പം കരിഞ്ഞ പോലെ തോന്നുന്നതൊക്കെ അത് ആ സ്കിന്ന് അങ്ങനെ പെട്ടെന്ന് തീയണ്ടായിരുന്നുകൊണ്ട് സ്കിൻ കരിഞ്ഞതാണ്. ചിക്കൻ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ടാണ്, ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ എടുത്തിട്ടുള്ളത് ബ്രെഡും മയണൈസും ആണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്.
അപ്പം നമ്മളിത് കഴിച്ചു നോക്കുന്നത് അവിടെ തന്നെയുള്ള ഒരു മാടം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മാടത്തിരുന്നാണ് നമ്മളിത് കഴിച്ചു നോക്കുന്നത്. എല്ലാവരും നല്ല കൊതിയും പിടിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കഴിച്ചു നോക്കിയിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. പെരി പെരി അൽഫാം എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതും അത് ഞങ്ങൾ എങ്ങനെ തയ്യാറാക്കി എന്നുള്ളതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റായിട്ടും അതല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചും നിങ്ങൾക്ക് ഓരോ സജഷൻസൊക്കെ പറയാമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയത് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാനും കൂടി കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ആ ഒരു പെരിപ്പെരിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കൂടുതൽ പറഞ്ഞു തരുന്നില്ല, കാരണം എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ തന്നെയുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.